ബിജു പോൾ കത്തോലിക്ക കോൺഗ്രസ് ടീച്ചേഴ്സ് ഗിൽഡ് ബത്തേരി രൂപത പ്രസിഡന്റാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, എന്താണ് ഇപ്പോൾ ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന പ്രതിഷേധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ യാചക സമരത്തിൻ്റെയൊക്കെ വിശേഷങ്ങളൊന്ന് പ്രേക്ഷകരോട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഇവിടെ ശക്തമായ രീതിയിൽ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയും വലിയ പ്രതിഷേധ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന കലോത്സവ വേദിയിൽ 4 ദിവസങ്ങളിലായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സമര പരമ്പര തന്നെ ഇപ്പോൾ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം തെരുവോര ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ ദിവസം പട്ടിണിക്കഞ്ഞി സമരം മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് CBCIയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഭിക്ഷാടന സമരമാണ് ഇന്ന് നടത്തിയത്. നാളെ ഉപവാസ സമരം മാർ ടോണി നീലങ്കാവിൽ പിതാവ് ഉദ്ഘാടനം ചെയ്യുന്നു. ശക്തമായ രീതിയിൽ ഈ 4 ചതുർദിന സമര പരിപാടികൾ തൃശ്ശൂരിലെ ഈ കലോത്സവ നഗരിയിൽ വെച്ച് നടക്കുന്ന സമയത്ത് ഈ ഒരു വിഷയം, ഭിന്നശേഷി വിഷയത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന വഞ്ചനാപരമായിട്ടുള്ള ഈ ഒരു വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, NSSന് സുപ്രീം കോടതിയിൽ നിന്ന് വിധി ലഭിച്ചപ്പോൾ ആ വിധിയിൽ തന്നെ പറയുന്നുണ്ട്, മറ്റ് സമാന സ്വഭാവമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടി ഈ വിധി ബാധകമാണ് എന്ന് പറഞ്ഞിട്ടും സർക്കാർ അനുകൂലമായ നടപടി എടുക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയും കൃത്യമായ അജണ്ടയോടുകൂടി എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു നിയമന നിരോധനം ഇതിന്റെ പേരിൽ നടപ്പിൽ വരുത്തുകയാണ് ചെയ്യുന്നത്. അധ്യാപകരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് അധ്യാപകർ ശമ്പളമില്ലാതെ ഈ ഭിന്നശേഷി വിഷയത്തിൽ മാത്രം അതായത് ഭിന്നശേഷിക്കുള്ള സീറ്റ് കൃത്യമായി മാറ്റിവെക്കാമെന്ന് കൃത്യമായി ഗവൺമെന്റിനെ അറിയിക്കുകയും ഈ പറഞ്ഞ NSSന് കിട്ടിയ വിധിയിൽ മറ്റ് ട്രസ്റ്റുകൾക്ക് കൂടി ഇത് ബാധകമാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് കൂടി ഈ അധ്യാപകർക്ക്, അതായത് ഭിന്നശേഷി അധ്യാപകരെ നിയമിച്ച് അവർക്ക് അപ്രൂവൽ കിട്ടാതെ മറ്റുള്ള അധ്യാപകർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കുകയില്ല എന്ന വ്യക്തമായിട്ടുള്ള ഒരു ചിന്തയോടുകൂടിയാണ് കേരള ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ശമ്പളമില്ലാതെ അല്ലെങ്കിൽ കൂലി കൊടുക്കാതെ ജോലി എടുപ്പിക്കുന്ന ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്നത് അധ്യാപകർ മാത്രമാണ്. വേറെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും പാടത്ത് പണി, വരമ്പത്ത് കൂലി എന്ന രീതിയിലാണ് പോകുന്നത്. തുല്യ ജോലിക്ക് തുല്യ ശമ്പളം, അല്ലെങ്കിൽ ജോലി എടുക്കുന്നവന് ശമ്പളത്തിനും ആനുകൂല്യങ്ങൾക്കും അവർക്ക് അവകാശമുണ്ട്. ഈ പറഞ്ഞ അധ്യാപകർക്ക്, കേരളത്തിൽ ആയിരക്കണക്കിന് അധ്യാപകർക്ക് ശമ്പളമില്ലാതെ വർഷങ്ങളോളം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് വളരെ വഞ്ചനാപരമായിട്ടുള്ള കാര്യമാണ്, മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ സർക്കാർ പറയുന്നു, ഞങ്ങൾ വീണ്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി അനുകൂലമായ വിധി ലഭിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ അധ്യാപകർക്ക് നൽകുകയുള്ളൂ എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് NSSന് കിട്ടിയ വിധി മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് കൂടി ബാധകമാക്കിക്കൊണ്ട് ഒരു ഉത്തരവിറക്കിയാൽ മാത്രം തീരാവുന്ന പ്രശ്നമാണ് ഇന്ന് അധ്യാപകർ തെരുവിലേക്ക് ഇറങ്ങേണ്ടുന്ന ഈ വലിയ ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. വലിയ സമര പരിപാടികളുമായിട്ടാണ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് മുന്നോട്ട് പോകുന്നത്. 2026 ജനുവരി 30 എല്ലാ രൂപത ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ പ്രതിഷേധ സമരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 26 ഫെബ്രുവരി 13 ചങ്ങനാശ്ശേരിയിൽ വെച്ച് വലിയ പ്രതിഷേധ സംഗമം ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു. കൂടാതെ ഫെബ്രുവരി 27 സെക്രട്ടേറിയറ്റിൽ വെച്ച് വലിയ ഉപവാസ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ അധ്യാപകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ വലിയ വഞ്ചനയ്ക്കെതിരെ, നീതി നിഷേധത്തിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ച് മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇത് ഇരട്ട നീതിയാണ്. ഒരു വിഭാഗം അധ്യാപകർക്ക് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് അധ്യാപകരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കണക്കാക്കാവോ?
അങ്ങനെ തന്നെ കണക്കാക്കണം. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, NSSന് കിട്ടിയ വിധിയിൽ തന്നെ പറയുന്നുണ്ട്, സമാന സ്വഭാവമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിഷയത്തിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെ ഒരു നിയമമായിട്ട് മാറുകയാണ്. ഒരു വിഭാഗത്തിന് വിധി കൊടുത്തു എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി സ്വാഭാവികമായിട്ടും ബാധകമാക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും അധ്യാപകരെ മണ്ടന്മാരാക്കുകയാണ്. ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഇപ്പൊ നമ്മൾക്കറിയാം, പല സമരങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നുണ്ട്, അധ്യാപകരുടെ സമരം നടക്കുന്നുണ്ട്. ഈ അവസരങ്ങളിലൊക്കെ തന്നെ എല്ലാവരെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇവിടെ 1 രൂപ പോലും ശമ്പളം കൊടുക്കാതെ ഇത്രയും അധ്യാപകരെ ജോലി എടുപ്പിക്കുന്നു. ആ സമയത്ത് ജയിലിൽ ശമ്പളം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെന്ത് വിരോധാഭാസമാണ്? ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ശ്രീ ബിജു പോൾ, അപ്പം ഇതിപ്പോൾ ശരിക്കും 2ാം ഘട്ട സമരമാണല്ലോ ഇപ്പം നടക്കുന്നത്. ആദ്യഘട്ടം സമരം നമുക്കറിയാം നടന്നിരുന്നു. അന്ന് കുറേയധികം വാഗ്ദാനങ്ങളൊക്കെ നൽകി സമരത്തിൽ നിന്നും സമരം പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഈ നടക്കുന്ന സമരത്തിലൊരു പ്രതീക്ഷ കാണുന്നുണ്ടോ? പ്രതീക്ഷ എന്ന് പറയുന്നത്, സർക്കാർ ഇപ്പൊ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അനുകൂലമായ ഒരു തീരുമാനം എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അധ്യാപകർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ സർക്കാർ വീണ്ടും കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ കോടതി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തരുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷെ ഇതുപോലെയുള്ള നിയമ നൂലാമാലകളിലേക്ക്, കോടതി വ്യവഹാരത്തിലേക്ക് ഒന്നും വലിച്ച് നീട്ടേണ്ട കാര്യമില്ല. ഈ അധ്യാപകർക്ക് അപ്രൂവൽ കൊടുക്കേണ്ടുന്ന കാര്യമേ ഉള്ളൂ. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ ബിജു പോൾ. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേർന്ന കത്തോലിക്ക കോൺഗ്രസ് ടീച്ചേഴ്സ് ഗിൽഡ് ബത്തേരി രൂപത പ്രസിഡന്റാണ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ ആയിട്ട് നടക്കുന്ന സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവച്ചു. വളരെ നന്ദി സർ.